ശ്യാം, എന്റെ ശല്യം ഇവിടം വരെ ഉള്ളൂ, ഇറങ്ങിക്കോ. ശ്യാം, ഇറങ്ങി ഇങ്ങോട്ട്. ഇനി ഞാൻ ബലം പ്രയോഗിക്കും. തനിക്ക് വേറെ എന്തോ കുഴപ്പമുണ്ട്. അതാ ഈ ഹിസ്റ്റീരിയ ബാധിച്ച പോലെ. ഇപ്പൊ എന്റെ സംശയം ശരിയാ. താ ശ്യാമിനെ മനഃപൂർവ്വം ചതിക്കായിരുന്നു. അതാ തനിക്ക് അവനെ ഫേസ് ചെയ്യാൻ മടി. വേണ്ട, അവനെ ഇഷ്ടമല്ലെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ അയാൾ അറിയില്ല എന്ന മറ്റുള്ള ഈ നാട്യം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. ശ്യാം, ശ്യാം, വാ. ശ്യാം, ശ്യാം, ഇയാളിതെവിടെ? ശ്യാം, നമ്മൾ രണ്ടുപേരും കൂടി ഇതിനകത്ത് നിന്നാൽ ശരിയാകത്തില്ല. ആരാരെയാ തട്ടുകയെന്ന് പറയാൻ പറ്റത്തില്ല. കൈ ഞാൻ അയക്കുന്നില്ല കേട്ടോ. എവിടെയെങ്കിലും പോയി കെട്ടിത്തൂങ്ങിയാലോ? അവിടെ ഇരിക്കേ, അവിടെ നിൽക്കാൻ. ബഹളം വെച്ചോണ്ടൊന്നും കാര്യമില്ല. ഇവിടെ അങ്ങ് ആരും വരികയില്ല. എനിക്ക് ഇത്രേ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. ബാക്കി ശ്യാം വന്ന് ഹെൽപ്പിച്ചോളും. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? എനിക്കറിയില്ല. നിനക്കറിയില്ലെങ്കിൽ എനിക്കും അറിയില്ല. എന്റെ അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. അയ്യോ, കിടന്നപ്പോ നല്ല സുഖം. എന്തോന്ന് ഇത്? മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. മായേ, ശ്യാം, ശ്യാം,
ശ്യാം, മായ, ഉന്നം തെറ്റിയതല്ല. കൊല്ലാനും കൊലയ്ക്ക് കൊടുക്കാനും വേണ്ടിയല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അവന് നീ എല്ലാരും കൊണ്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്ക? അതോ നിനക്കാണോ ഭ്രാന്ത്? അവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോ നീ എന്തിനാ എന്നെ ഭയക്കുന്നത്? അവൻ എന്തിനാ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്? നീ എന്തോ അതിഭയങ്കരമായ തെറ്റ് ചെയ്തിട്ടുണ്ട്. പറ, എനിക്കത് അറിയണം. പറയടി, അവന് നീ എന്നിൽ നിന്ന് എന്താ ഒളിച്ചു വെക്കുന്നത്? പറ, എനിക്കത് അറിയണം. എന്ത് കുറ്റാ നീ ചെയ്തത്? പറയാൻ. എന്നെ സ്നേഹിച്ച ഒരാളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചു. അതാ ഞാൻ ചെയ്ത കുറ്റം. എനിക്കറിയാം. വേണുവിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ശ്യാമിനെ കരുവാക്കായിരുന്നില്ലേ? അവൻ നിന്നെ ഇൻസൾട്ട് ചെയ്തപ്പോഴൊക്കെ നിന്നെ ആശ്വസിപ്പിക്കാൻ ഓടി വന്നവനല്ലേ ശ്യാം? നിന്റെ കരിയറിന് വേണ്ടി വേണുവുമായി ഏറ്റുമുട്ടിയവനല്ലേ ശ്യാം? ഇനി കളിക്കളത്തിലേക്കില്ലെന്ന മട്ടിൽ നീ വലിയ ത്യാഗം കാണിച്ചപ്പോ നിന്നെ പിന്തിരിപ്പിച്ചത് ആരാ? ശ്യാമല്ലേ? ഒരു കത്തിമുനയിൽ നിന്ന് അവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ലേ? നിന്റെ അങ്കിൾ അവനെ നിന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയിട്ട് അവൻ പിന്മാറിയോ? കൂടിറങ്ങി ചെല്ലുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ച നീ ഒടുവിൽ എന്താ ചെയ്തത്? അവനെ ചതിച്ചു. നിങ്ങൾ ഈ പറയുന്നതെല്ലാം നേരാ. എല്ലാം എന്റെ അനുഭവം തന്നെയാ. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ശ്യാമിനെ എനിക്കറിയില്ല. എന്നെ സ്നേഹിച്ചത് ശ്യാമല്ല, സണ്ണിയ. സണ്ണിയുടെ നേർക്ക ഞാൻ ജനലടച്ചത്. സണ്ണിയോ? ഏത് സണ്ണി? ടെന്നീസ് കോർട്ടിന്റെ പരിസരത്ത് വെച്ചാണ് ഞാനും സണ്ണിയും പരിചയപ്പെടുന്നത്. പല കാര്യങ്ങളിലും ഞാനും സണ്ണിയും ഒരുപോലെയായിരുന്നു. രണ്ടുപേരും അനാഥർ. സണ്ണി ജന്മം കൊണ്ടും ഞാൻ വിധി കൊണ്ടും. ഞാനും സണ്ണിയും പരസ്പരം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിക്കാൻ വേണ്ടതൊന്നും ഞങ്ങളുടെ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നില്ല. അമ്മാവനും അമ്മായിയും വേണു എന്നെ മനസ്സിലാക്കിയില്ല. എന്നെ ചൊല്ലി വേണുവും സണ്ണിയുമായുള്ള വഴക്കുകൾ നിത്യസംഭവങ്ങളായി മാറി. ഇതിനിടെ അമ്മാവൻ സണ്ണിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിനക്ക് കേറിക്കിടക്കാൻ ഒരു വീടുണ്ടോ? സണ്ണി എന്നൊരു പേരുണ്ടെന്നല്ലാതെ നീ ഏത് കാസ്റ്റിൽപ്പെട്ടവനാണെന്ന് നിനക്കറിയോ? ആരാ നിന്റെ അച്ഛൻ? അമ്മ ആരാ? ചൂണ്ടിക്കാണിക്കാൻ ആരാ ഉള്ളത്? കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ തറവാട്ടി പറഞ്ഞവരാരും പെണ്ണിനെ പറഞ്ഞു വിടില്ല. ചങ്കൂറ്റത്തോടെ തന്നെ കൊണ്ടുവരാനാ വന്നത്. സണ്ണിയെ ഞാൻ വെറുത്തിട്ടില്ല. പക്ഷേ സ്നേഹിച്ചിരുന്നോ? എനിക്കറിയില്ല. സണ്ണി എനിക്ക് വേണുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരുന്നു. ആ വഴിയിലൂടെ കുറെ ദൂരം പോയപ്പോ സണ്ണി എന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു തോന്നിയപ്പോ സണ്ണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ തിരിച്ചു നടന്നത്, വാതിലടച്ചത്. ഈ സത്യമെല്ലാം സണ്ണിയോട് പറയാൻ, സണ്ണിയെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു.
ഹായ്. ഹലോ, ഞങ്ങൾ സണ്ണിയുടെ ഫ്രണ്ട്സ് ആണ്. ഓ, സണ്ണി എവിടെയുണ്ട്? എനിക്കൊന്ന് കാണണം, കണ്ടേ പറ്റൂ. മായയെ വിളിച്ചോണ്ട് വരാൻ അവനെ ഞങ്ങളെ വിട്ടത്. മായ കാണാത്തതുകൊണ്ട് അവനാകെ വട്ടളയിരിക്കുക. ഓക്കെ, കം. എന്താ ഇവിടെ? സണ്ണി സണ്ണി മുകളിലുണ്ട്. ഗോ. സണ്ണി, സണ്ണി മുകളിലുണ്ട്. ഗോ. സണ്ണി, സണ്ണി, ഏയ് സണ്ണി. അവളെ വിട്ടേര്. ഇന്ന് മാത്രം നിനക്ക് എന്താ? അവൾ സണ്ണിയുടെയാ. No! മയേ. Please, please listen to me. പ്രസാദ്, ഞാൻ പറയുന്നത് നോക്കിയാ. പ്രസാദ്, no! മയേ. എടാ പ്രസാദ്, പ്രസാദ്, ഞാൻ മായ വിടാനാ പറഞ്ഞത്. പ്രസാദ്, no! ഞാൻ പറയുന്നത് നോക്കിയാ. Listen to me. Sunny, ഞാൻ പറയുന്നത് കേൾക്ക്. സണ്ണി, സണ്ണി, no! സണ്ണി, സണ്ണി, please. പ്രസാദ്, മായാണ് പറഞ്ഞത്. സണ്ണി, 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 പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. സണ്ണി, പ്ലീസ്. സണ്ണി, 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 ഞാൻ പറയുന്നത് കേൾക്ക്. സണ്ണി, സണ്ണി, സ്റ്റോപ്പ് ഇറ്റ്. കള്ളം, കള്ളക്കഥയാ നീ പറയുന്നത്. എന്റെ സിമ്പതി കിട്ടാൻ ശ്യാമിനെ പോലെ തന്നെ നീയും ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിന് ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്. നോ. എന്തിനോ? അപ്പോൾ സണ്ണിയെ കൊന്നത് ശ്യാമാണെന്ന് ഞാൻ വിശ്വസിക്കണം? നിങ്ങൾ വിശ്വസിക്കണ്ട, പക്ഷെ ശ്യാമും ഫ്രണ്ട്സും അങ്ങനെ വിശ്വസിച്ചിരിക്കുക. My God. സണ്ണിയെ കൊന്നത് അവരല്ല, വേറെ ആരുമാണ്. ഐ എം ഷുവർ. പക്ഷെ സാക്ഷിയായി പോയതുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്യാമു ഫ്രണ്ട്സ് എന്റെ പിന്നിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവരെന്നെ കൊല്ലും. ഒരിക്കലും അത് നടക്കരുത്.
എന്റെ ശ്യാം അത് ചെയ്യരുത്. അവനൊരു കൊലപാതകം. എന്റെ കളരിത്തറയെ വളർന്നവനാണ് അവൻ. അവനെ എനിക്ക് രക്ഷിക്കണം. വഴിതെറ്റിപ്പോകുന്നൊരു കുഞ്ഞാടാണ് അവൻ. അവനെ തേടിപ്പിടിച്ച് തോളിലേറ്റിക്കൊണ്ടുവരേണ്ട ഇടയനാണ് ഞാൻ. അവനെ തിരിച്ചു കിട്ടുന്നത് വരെ എന്റെ മനസ്സ് എടുത്തു ചാടി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിന് മുൻപ് എന്നോടൊന്ന് ആലോചിക്കണമായിരുന്നു. ഞങ്ങൾ അയാളെ തടഞ്ഞു നിർത്തിയ നേരത്തെ ഇവൻ അവളെ കുത്തിമലത്തേച്ച് വലിയാമായിരുന്നു. സർവ്വ പ്ലാനും നശിപ്പിച്ച് നാണമല്ലടാ നിനക്കൊക്കെ ന്യായം പറയാൻ. മുറിക്കുള്ളിട്ട് അവളെ തട്ടിക്കൊള്ളുന്ന ഭീം വിളക്കി വെച്ച് നിങ്ങളൊക്കെ എന്ത് തെമ്മാടത്തിനാ കാണിച്ചത്? നീ നിന്ന് മൂപ്പിക്കാതെ. അവള് നിന്റെ കയ്യിൽ കിട്ടിയിട്ട് നീ എന്നെ കോപ്പാണോ ചെയ്തത്? വർഗീസിനെ ഇതിൽ കൂട്ടിത്തൊടിക്കാൻ തോന്നിയത് നിന്റെയൊക്കെ കഷ്ടകാലം കൊണ്ടാ. അതൊരിക്കലും സംഭവിക്കരുതായിരുന്നു. ആശാൻ മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. ഈ ആശാന്റെ അടുത്ത് ഞങ്ങൾ ചെന്നതാ. അപ്പൊ പുല്ല് പോലെ ഞങ്ങളെ കൈയൊഴിഞ്ഞത്. അതിന് കാര്യമുണ്ട്. നിങ്ങളോട് കൊല്ലാൻ ആര് പറഞ്ഞു? പിന്നെ ഞാൻ തീരെ സഹായിച്ചില്ലെന്ന് പറഞ്ഞാ അത് തന്തയില്ലഴിയ. ഒരു കൊലപാതകം ഇരു ചെവി അറിയാതെ കാർ ആക്സിഡന്റ് ആക്കി മാറ്റിക്കൊടുത്തത് സഹായല്ലേ? അല്ലേ? പിന്നെ അതിന്റെ ദൃക്സാക്ഷിയെ കൊല്ലാനായിട്ട് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതിനെന്നെ കിട്ടുകയല്ലെന്ന് ഞാൻ പറഞ്ഞതാ. അങ്ങനെ കൈയൊഴിഞ്ഞത് സത്യം തന്നെ അല്ലേ? പിന്നെ ഈ ഘട്ടത്തിൽ ഞാൻ ഇടപെടാൻ തീരുമാനിച്ചത് വേറൊന്നും കൊണ്ടല്ല. വർഗീസിന്റെ കയ്യിൽ നിങ്ങൾ സംഗതി കൊണ്ട് എത്തിച്ചത് കൊണ്ടാ. ഇനി തിരിഞ്ഞും പറഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവളെയും വർഗീസിന്റെ സ്ഥാനത്ത് ഞാനാണ് എന്നെ തട്ടിയത്. ബാക്കി കാര്യം ഈ ഡിക്രൂസ് നോക്കിക്കോളും അല്ലേ? പിന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തു. ആത്മഹത്യയിൽ നിന്ന് മായയെ രക്ഷിച്ച പോലെ കൊലപാതകത്തിൽ നിന്ന് ശ്യാമിനെ എനിക്ക് രക്ഷിക്കണം. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ശ്യാമിനെ അറിയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവൻ ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കൊല ചെയ്ത് കുറ്റവാളിയാകും. അത് സംഭവിക്കരുത്. സത്യം പറഞ്ഞാൽ മായയെ തിരിച്ചുകൊണ്ടാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷെ ഈ സിറ്റുവേഷനിൽ ഐ എം ഹെൽപ്ലെസ്. ഞാൻ ഇവിടെ നിന്നേ പറ്റൂ. പക്ഷേ ഞാൻ ഇങ്ങനെ തിരിച്ചു പോവും. പോണം. ശ്യാമിനെയും ഫ്രണ്ട്സിനെയും മായ പേടിക്കണ്ട. അവരുടെ കാര്യം ഞാൻ നോക്കണം. എന്തായാലും മായയെ തൽക്കാലം എനിക്ക് ഒഴിവാക്കിയേ പറ്റൂ. പക്ഷെ ഞാൻ നോ, ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. എല്ലാം തന്റെയും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. മിസ്റ്റർ വർഗീസ്, ദേ ഇവിടെ ഒന്ന് സൈൻ ചെയ്തേരെ. ജസ്റ്റ് എ ഫോർമാലിറ്റി. ഈ ലെറ്റർ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊടുത്താൽ മതി. ദേ വിൽ മാനേജ് എവറിത്തിങ്. ഓക്കെ? താങ്ക് യു. ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഐ എം സോറി. പ്ലീസ്. ഇനി സൂയിസൈഡ് ചെയ്യാനോ മറ്റോ തോന്നിയാൽ നമ്മൾ വീണ്ടും കാണില്ലേ? കാണാം. മാഡം ഓക്കെ, ബൈ. All the best. ഞാൻ ഇറങ്ങട്ടെ സാർ. വർഗീസേ, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനാ? ചെറിയൊരു ഫോർമാലിറ്റിയും കൂടെ ഉണ്ട്. കയറി വാ. വാ. ഇപ്പൊ ഇവിടുന്ന് പോയ ചരക്കിന് നീ എത്ര ദിവസം കൈ വെച്ച് അനുഭവിച്ചു? സാർ, എനിക്ക് വെറും ഒരു താങ്ക്സ് തന്നിട്ട് നീ എങ്ങോട്ടാണാ പോകാൻ പോണേ? സാർ, നിനക്ക് അങ്ങനൊന്നും പോകാൻ പറ്റില്ല. നീ ഇവിടെ കിടക്കണം.
ഹെഡ് ക്വാർട്ടേഴ്സിന് റിലീസ് ചെയ്യാൻ പറയാതെ നിനക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായോ? നടന്നതൊക്കെ സാറിനോട് പറഞ്ഞു. നീ കൂടുതൽ ന്യായം ഒന്നും പറയണ്ട. സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ? ഐ എം സോറി. സോറി. നിന്റെ കൊന്നുകളയും ഞാൻ, റാസ്കൽ. നിന്റെ അമ്മയുടെ ഒരു കളരി. ശ്യാമാണ് സാർ. എന്താ? നീയൊക്കെ സുഹൃതം ചെയ്തവന്മാരാ. തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ അവനും അവളും എന്റെ കസ്റ്റഡിയിൽ തന്നെ വന്ന് വീണു. അല്ലല്ല, ഇങ്ങോട്ട് വന്നു. അവളെ ഞാൻ പോലീസുകാരുടെ അകമ്പടിയോടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയച്ചിരിക്കുക. ഹെഡ് ക്വാർട്ടേഴ്സിലേക്കോ? സാർ എന്ത് പണിയാ കാണിച്ചേ? എനിക്ക് എന്റെ തൊപ്പി തെറിക്കാതെ നിന്നല്ലേ കളിക്കാൻ പറ്റൂ. വകുപ്പനുസരിച്ച് എന്റെ വശം ക്ലീൻ ആണേ. ഇനിയുള്ള കാര്യം നിങ്ങൾ നോക്കിക്കോണം. സാർ ഒന്ന് തെളിച്ചു പറയൂ. ഹെഡ് ക്വാർട്ടേഴ്സിൽ അവൾ എത്താൻ പാടില്ല. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മിടുക്ക് കാണിക്കണം. ആര്? നമ്മുടെ കളരിക്കാരനോ? അവൻ ഇവിടെ നിന്ന് അനങ്ങത്തില്ല. അവളെ തട്ടിക്കളഞ്ഞ അതും കൂടി അവന്റെ പെടലേക്ക് വെക്കാം. ഓക്കെ, വി ആർ റെഡി. എടാ തച്ചോളി, സണ്ണിയെ കൊന്നതും ദൃക്സാക്ഷിയായ മായയെ കൊന്നതും ആരാന്ന് നിനക്കറിയാവോ? വേറെ ആരുമല്ല, അത് നീയാണെന്ന് ഞാൻ വരുത്തും. ഹലോ അശ്വനെ, ഇത് ഞാനാ. സംഗതിയാകെ പൊളിഞ്ഞു. അവൾ വീണ്ടും വർഗീസ് മാഷിന്റെ കയ്യിലായി. അതും ഫെയിലർ ആയെങ്കിൽ ഇനി ഇടംബലം നോക്കരുത്. ഷൂട്ട് ബോത്ത് സൈഡ്. മാഷെന്നും മാങ്ങത്തൊലിന്നും പറഞ്ഞ് അവനെ ഒഴിവാക്കാൻ നോക്കരുത്. കണ്ണ് കണ്ട അപ്പ തട്ടിയേക്കണം രണ്ടിനെയും. പിന്നെ നമ്മുടെ പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടുന്നെങ്കിൽ വേഗം വിട്ടേക്കണം. എന്നാ പറ്റി? ആ രാജമണിക്ക് വന്നതിന് ശേഷം അവൾ അവന്റെ പുറകെ നടക്കുക. വല്ല ഒപ്പിച്ചാലോ? നീ പേടിക്കണേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനെ അബദ്ധമൊന്നും പറ്റിയല്ല. എന്നാലും ആ വർഗീസ് എങ്ങാനും അറിഞ്ഞ അവനോട് പാമ്പറ. അല്ലേ? നിങ്ങൾക്ക് ഇത് എന്നാ പറ്റി? എന്നാ പറ്റുന്നോ? അവനെ നമ്പാൻ പോയത് എനിക്ക് പറ്റിയ തെറ്റ്. എന്നേക്കാ ബുദ്ധി നമ്മുടെ മോക്കുണ്ട്. നമുക്ക് യോജിച്ച ഈ പണിക്കര് തന്നെ. ഞാനും കുറെ ദിവസമായിട്ട് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടി നോക്കുമായിരുന്നു. ഇവനും തറവാട്ടുകാരൻ തന്നെയാ. മതിലൊരു കോശി പണിക്കരുടെ മോനല്ലയോ? നമ്മുടെ ആനയുടെ കരുത്ത് മിന്നിട്ടി എന്നാ ഇപ്പൊ കുഴപ്പം? രാജൻ പണിക്കരും ആണായിട്ട് തന്നെ പറഞ്ഞവനാ. എന്തായാലും നമ്മൾ ഇവിടെ വന്ന് ചേക്കേറുമെന്ന് അവരൊരിക്കലും വിചാരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ അവരിവിടെ വന്നേക്കും.
വരണേ എന്നാണ് എന്റെ പ്രാർത്ഥന. കഷ്ടം, ആ കുട്ടികളെ ആരോ കരുക്കളാക്കി കളിക്കുകയാണ്. ഡെഫിനറ്റ് ആയിട്ടും ഇതിന്റെ പിന്നിലൊരു റാക്കറ്റ് ഉണ്ട്. എന്റെ ഉത്തരവാദിത്വം ഇപ്പൊ കൂടി വരികയാണ്. മായേശാവിനെ രക്ഷിച്ച മാത്രം പോരാ, നിങ്ങളെ വെച്ച് മുതലെടുക്കുന്ന റാക്കറ്റ് എനിക്ക് പൊളിക്കണം. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. മായ തിരിച്ചു പോയേ പറ്റൂ. പ്ലീസ്. ഹലോ, മിസ്റ്റർ മാധവൻ തമ്പി, പ്ലീസ്. സംശയിക്കണ്ട. ഐ വോണ്ട് ഗോ. ഞാൻ പോവില്ല. ഒരു തവണ നമ്മളെ യാത്ര പറഞ്ഞ് പിരിഞ്ഞതാ. അപ്പോഴും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഞാൻ സഹിച്ചു. പോയി. പിന്നെ രക്ഷിക്കാൻ നിങ്ങൾ തന്നെ വേണ്ടി വന്നു. ഇനി എന്നെ പറഞ്ഞുവിടാൻ നോക്കണ്ട. ഞാൻ പോവില്ല. എനിക്ക് വേറൊരിടത്തും കിട്ടാത്ത സെക്യൂരിറ്റി ഇവിടെ ഉണ്ട്. ഐ ഫീൽ സേഫ് ഹിയർ. ഞാൻ ഫ്രഷ് ആയി ഡ്രസ് ചേഞ്ച് ചെയ്ത് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പോവാ. കളരിപ്പയറ്റ് മത്സരം. അനാഥ മന്ദിരത്തിന്റെ ധനശേഖരണാർത്ഥം ഈ വരുന്ന ഏപ്രിൽ 14-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പീരങ്കി മൈതാനത്ത് വെച്ച് കളരി പ്രസ്ഥാനത്തിന്റെ രോമാഞ്ചവും ഇതിഹാസവുമായി മാറിയ തച്ചോളി വർഗീസും മതിലൂർ രാജൻ പണിക്കരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈസ് ദിസ് റിയൽ? അതോ ഫെയറി ടെയിൽസിലെ ക്യാരക്ടേഴ്സോ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? വിശ്വസിക്കണം. നമ്മളിപ്പോ ഏത് ലോകത്താ? നമ്മളിപ്പോൾ പാടിപ്പതിഞ്ഞ പാണംപാട്ടുകളിലെ പഴങ്കഥകളിൽ എവിടെയോ ആണ്. സൂര്യനാളം പൊൻവിളക്കായി തിരുതകതോ, മിന്നൽ മേഘ കച്ചകെട്ടി തകതിമൃതോ, നാടുവാഴി തമ്പുരാനും മേലെ വാഴും ചേകവന്മാർ വാതൊടുക്കും കേളി കേൾക്കാം തിമിതകതോ തകതിമൃതോ. സൂര്യനാളം പൊൻവിളക്കായി തിരുതകതോ, മിന്നൽ മേഘ കച്ചകെട്ടി തകതിമൃതോ. പരിവാരം മറതീർക്കും പടിമേലുണ്ടേ, മുടിമേലെ കൊടിയാട്ടും കുഞ്ചുണ്ണൂലി, കൊഞ്ചി പഴംപാട്ടും മൂടി, ഇടിവാളും തോൽക്കും മിഴി രണ്ടും വീശി, അവൾ തിമിർതകതോ. സൂര്യനാളം പൊൻവിളക്കായി തിമിർതകതോ, മിന്നൽ മേഘ കച്ച കെട്ടി തകതിമൃതോ. നാടുവാഴി തമ്പുരാനും മേലെ വാഴും ചേകവന്മാർ വാതൊടുക്കും കേളി കേൾക്കാം തിമിതകതോ തകതിമൃതോ. ആറാട്ടും പൂരോ വേലെ
കാണാതായോ ചെന്നല്ലൂർ പോലും വാഴും ചെറുവാൽ കിളിയേ പൊന്നാനച്ചന്തം കണ്ടും ചമയം കണ്ടും പഞ്ചാരിക്കൂറായി നെഞ്ചിൽ പടരാൻ വായോ തുളുനാട്ടിൽ പായും പടയോട്ടം കാണാം ഉറുമിത്തും വേൽക്കും സീൽക്കാരം കേൾക്കാം തച്ചോളിപ്പട്ടും വളയും മുറയായി വാങ്ങാം തകതിന്തത്തി മൃതകതോ സൂര്യനാളം പൊൻവിളക്കായി തിരുതകതോ മിന്നൽ മേഘ കച്ച കെട്ടി തകതിന്നതോ നാടുവാഴി തമ്പുരാനും നീലെ വാഴും ചേതവന്മാർ വാൾ തൊടുക്കും കേളി കേൾക്കാം തിമൃതകതോ തകതിമൃതോ സൂര്യനാളം പൊൻവിളക്കായി തിരുതകതോ മിന്നൽ മേഘ കച്ച കെട്ടി തകതിന്നതോ തച്ചോളി വർഗീസും മതിലൂർ രാജമ്പടിക്കനും തമ്മിലുള്ള കളരിപ്പയറ്റ് മത്സരം ശ്രീരംഗി മൈതാനത്ത് ഏപ്രിൽ 14 നടക്കുന്നു. കളരി പ്രസ്ഥാനത്തിന്റെ പരമാചാര്യനായിരുന്ന പരേതനായ നടുവിലേക്കുന്നിൽ കളരി ഗുരുക്കൾ അഗസ്റ്റിൻ നിങ്ങളെ ഈ നേരത്തെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് പരസ്പരം വഴക്കുണ്ടാക്കാനല്ല. മേനകായെ പോലെ കുഴഞ്ഞാടി എന്റെ മോനെ വശീകരിക്കാൻ നടന്നത് ആരാ? തന്റെ മോളാ. അതിനെ അവളെ വേഷം കെട്ടി ചിറകിയും വെച്ച് ഇപ്പൊ കൈമരത്തെ കാണിക്കാൻ തനിക്കുന്നതാണോ ഇല്ലയോടോ? യോ എലിയാമേ പതുക്കെ, ഇത് പള്ളിപ്പറമ്പ. നിന്റെ മോനെ ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കാൻ അവന് രായം പണിക്കരൊക്കെ എന്നാ യോഗ്യത അറിയുള്ളത്? അന്തസ്സുണ്ടോ? അഭിമാനമുണ്ടോ? നാട്ടല്ലുണ്ടോടി? നാട്ടല്ലേ? പതുക്കെ അവറാച്ചാ. അച്ഛൻ അതിന് വിഷമം അറിയാൻ പാടില്ല. എന്റെ മോൾ ആനിക്കുട്ടി ഒന്നും കണ്ട് മോഹിച്ചിട്ടില്ല. ആ കോന്തന് വേണ്ടി കിടന്ന് തുള്ളിയത്. തുള്ളി തുള്ളി അവൾ അങ്ങ് വശം കെട്ടച്ചു. എവനാണെന്നോ? തന്റെ മോളൊരു ഇളക്കക്കാരിയാ. അവളെ കെട്ടാൻ എന്റെ വർഗീസിനെ കിട്ടുകയല്ല. അവനേക്കാൾ 7 മടങ്ങിന് യോഗ്യതയുള്ളവനാടി മതിലൂർ കോശിപ്പണിക്കരുടെ മകൻ രായം പണിക്കര്. പണിക്കര് പറ്റും അവനും അവന്റെ അപ്പനും ചുമ്മാ കിട്ടിയൊന്നുമല്ല. എന്താച്ചോ? ശരിയല്ലയോ? ശരിയാ, തീരുമാനിക്കാം. തീരുമാനിക്കണമെന്നില്ല. നല്ല ഒന്നാന്തരം നസ്രാണികളുടെ ജാത്യോത്കൃഷ്ടവും രാജ്യസേവന നിരതയുള്ളതാണ് അവൻ. മനസ്സിലായോ? മനസ്സിലായില്ല. ആ അവനെ കൊണ്ട് ഞാൻ എന്റെ മോളെ കെട്ടിക്കും. നിന്റെ മോൻ അവിടെ വായി നോക്കിയിരിക്കേ ഉള്ളൂ. എലിയമ്മേ, ഒറ്റ കഴിഞ്ഞു വിട്ടെ. ഈ അപ്പനെ പറഞ്ഞില്ല. അപ്പന് പറഞ്ഞാ നീ എന്തോ ചെയ്യും? നിന്റെ കോരവള്ളിയെ പറിക്കും. കൊരവള്ളി എടുക്കാൻ വന്നാ നിന്റെ അപ്പന് പറയും. എന്നാ ഒന്ന് പറഞ്ഞേടി. ആ, പറയൂടാ, പറയൂ. അപ്പോൾ പത്രോസ് അവന്റെ അടുത്തേക്ക് വന്നു. ഒന്ന് കേൾക്കണില്ല. അടിച്ചതിന്റെ പല്ലുകളെ പറയടി. സ്വർഗരാജ്യം നിനക്കുള്ളതാകുന്നു. അടിച്ചാൽ എന്ത് ചെയ്യും? ഇവർ ചെയ്യുന്നത്